എന്താണ് കഴുത്തിന് മാത്രം വെച്ച് കൊടുക്കുന്നത്? അതായത് ഇളയവര അറിയാണ്ട് ചവിട്ടി പോയാല് അയാളെക്കാളും മൂത്തവരാണെങ്കിൽ അയാൾ തൊട്ടിട്ട് കഴുത്ത് ഇവിടെ വെക്കും. അത് സ്ഥാനത്ത് മൂത്തവരാണെങ്കിൽ തൊട്ടിട്ട് ഇവിടെ വെക്കും. ഓക്കെ, അങ്ങനെ സിസ്റ്റം ഉണ്ടല്ലേ? അല്ല, സാധാരണ തട്ടിങ്ങനെ തലയിൽ വെക്കുന്ന അറിയാം. അപ്പൊ ഇങ്ങനെ ഒരു സിസ്റ്റം ഉള്ള എനിക്ക് അറിയില്ല. അത് അച്ഛമ്മയെല്ലാം പറഞ്ഞിരുന്നു. ഓക്കെ. ഇതാണ് കോറോത്ത് കാവ്. ഇതാണ്. അങ്ങോട്ട് പോവാം. കുട്ടികൾ നിന്ന് തൊഴുകയാണ്. എടാ, ചെരുപ്പൂരി അകത്തോട്ട് കയറി തൊഴുതിട്ട് വരാം എല്ലാവർക്കും. ഇന്ന് ചില്ലറ പൈസ എടുത്തിട്ടുണ്ടാവന്നെ? ഇന്നും ചില്ലറ പൈസ എടുത്തില്ലേ? കഴിഞ്ഞ വീഡിയോയിൽ ചില്ലറ പൈസ ചോദിച്ചിരുന്നു അല്ലേ? അവിടെ തയ്യാറെടുപ്പ് നടക്കുകയാണ്. പത്രം അല്ലേ? കോറോത്ത് ശ്രീ വയനാട്ടുകുലവൻ ക്ഷേത്രം. അങ്ങോട്ട് പോവാം. നടക്ക്. നമസ്കാരം, ഞാൻ അൽഗോപി. ഈ വീഡിയോയിൽ കണ്ണൂർ ജില്ലയിലെ എളയാവൂർ അതിരകത്തുള്ള കോറോത്ത് കാവിലെ ഉത്സവത്തോടനുബന്ധിച്ചുള്ള കുറച്ച് വീഡിയോസാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കുട്ടികളോടൊപ്പം അവിടെ പോകുന്നതും അതുപോലെ തന്നെ തെയ്യത്തിൻ്റെ കുറച്ച് ഭാഗങ്ങളാണ് മാക്സിമം ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതിനു മുമ്പുള്ള കുറച്ച് വീഡിയോസിൽ കോറോത്താവിനെ കുറിച്ച് ഞാൻ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അത് കാണണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുക്കാം. അത് ക്ലിക്ക് ചെയ്ത് ഞങ്ങൾക്ക് കാണാവുന്നതേ ഉള്ളൂ. അതുപോലെ തന്നെ ഇതിന് കുറച്ച് മുമ്പാണ് ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു 2021-22 കാലഘട്ടത്തിലാണ് ഈ വീഡിയോ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. കൊറോണ കാലഘട്ടമായതിനാൽ പലരും ഇതിനകത്ത് മാസ്കുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നത്. എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. നമസ്കാരം, ഞാൻ അനിൽ ഗോപി. ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ അതിരകം കാവിനെ കുറിച്ചും മറ്റൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഡിസംബർ മാസം 25-നാണ് ഇവിടെ ഉത്സവം ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, തെയ്യവും മറ്റും ഇതൊക്കെ. അപ്പോൾ അത് ഇന്നാണത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് കാണിക്കാമെന്ന് വെച്ചിട്ടാണ് ഞാൻ ആ വീഡിയോ ഷെയർ ചെയ്യുന്നത്. ഞാൻ അന്നതേ കാണിച്ച എൻ്റെ വൈഫിൻ്റെ വീടാണിത്. വളരെ പഴയൊരു വീടാണ്, കണ്ടില്ലേ? മച്ചും വീടെന്നൊക്കെ പറയും. അപ്പോൾ അവിടെ നിന്ന് നേരത്തെ കൽപ്പടി ഇത് കണ്ടില്ലേ, വെട്ടുകല്ലുകൊണ്ടുള്ള സ്റ്റെപ്പ്. ഇപ്പോൾ നേരത്തെ ഇവിടെ മതിലില്ലായിരുന്നു. ഇപ്പോൾ എപ്പോഴാണ് മതിൽ കെട്ടിയിരിക്കുന്നത്. ഇപ്പം ഇത് അമ്പലത്തിലെ ആളൊക്കെ വന്നു, കണ്ടില്ലേ? ഇപ്പോൾ സമയം വൈകുന്നേരം 5:45. ഇപ്പോൾ മൊത്തം അന്ന് കണ്ട പറമ്പല്ല, കണ്ടില്ല, എല്ലാം കുത്തി വൃത്തിയാക്കിയിട്ടുണ്ട്. കുട്ടികളത് വെയിറ്റ് ചെയ്യണം. അവിടെ നടന്നു പോവാം. ഞങ്ങളിന്ന് രാവിലെയാണ് ചുവട്ടത്തുനിന്ന് എത്തിയത് ഇവിടെ, അതല്ലേ? വൈഫിൻ്റെ അച്ഛനും ചെറുമക്കളൊക്കെ ആയിട്ട് നിൽക്കുകയാണ് ഇവിടെ. അങ്ങോട്ട് പോവാം. നടക്ക്. വരുന്നില്ലേ? എല്ലാവരും പോ. അവിടെ മുഖം എഴുത്തും ഒക്കെ ചെയ്യാമെന്ന് തോന്നുന്നു തെയ്യത്തിന്. മേക്കപ്പ് കൊറോണ കാരണം എല്ലാവരും മാസ്ക് ഇട്ടിട്ടുണ്ട്. ഒമിക്രോൺ അതിപ്രസരണം വന്നത് കാരണം. പക്ഷെ എന്നാലും ഇതിനിടയിൽ ഉത്സവം അതിഗംഭീരമായില്ലെങ്കിലും തെയ്യവും മറ്റു കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട് ഇന്ന്. മുഖത്ത് വരയ്ക്കുന്നു. ഇന്നൊരു കുപ്പി വെച്ചിരിക്കുന്നു ഇവിടെ. പത്രം വയ്ക്കാനായിരിക്കും അല്ലേ? പത്രം വയ്ക്കാനായിരിക്കും. പത്രം അല്ലേ? കോറോത്ത് ശ്രീ വയനാട്ടുകുലവൻ ക്ഷേത്രം. എന്തേ? അല്ല, അത് ഐസ്ക്രീം പുറത്തുനിന്ന് കൊണ്ടുവയ്ക്കുന്നില്ല. ഇവിടെ ഭക്ഷണം മറ്റൊന്നുമില്ല. ഇവിടെ വൈകുന്നേരം ഭക്ഷണമൊന്നുമില്ല. സാധാരണ വൈകുന്നേരം സദ്യയും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. കണ്ടില്ലേ, ആളുകളൊക്കെ അത്യാവശ്യം വന്നിട്ടുണ്ട്. എല്ലാം കുത്തി വൃത്തിയാക്കിയിട്ടുണ്ട്. കണ്ടില്ലേ? ഞാൻ മുമ്പത്തെ വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. അതിൻ്റെ പഴയ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങളത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അത് അല്ലേ? അവിടെ തയ്യാറെടുപ്പ് നടക്കുകയാണ്. എടാ, ചെരുപ്പൂരി അകത്തോട്ട് കയറി തൊഴുതിട്ട് വരാം എല്ലാവർക്കും. ഇന്ന് ചില്ലറ പൈസ എടുത്തിട്ടുണ്ടാവന്നെ?
ഇന്നും ചില്ലറ പൈസ എടുത്തില്ലേ? കഴിഞ്ഞ വീഡിയോയിൽ ചില്ലറ പൈസ ചോദിച്ചിരുന്നു. കണ്ടില്ലേ, അന്ന് കാണിച്ച കൽവിളക്ക് കണ്ടില്ലേ? അപ്പോൾ അതിൻ്റെ കൂടെ വേറെ വിളക്കാരോടെ ഇത് കൊടുത്തിട്ടുണ്ടോ തോന്നുന്നു കേട്ടോ. അത് വൃത്തിയാക്കാൻ എല്ലാവരും കൂടെ. ബാ പുത്തോഴാം. നേരെ നടയായത് കണ്ടില്ലേ? ക്ഷേത്രത്തിൻ്റെ സൈഡ് കണ്ടോ? ആ ഓല കൊണ്ട് കെട്ടിയിരിക്കുന്ന അവിടെയാണ് തെയ്യത്തിന് ഒരുക്കുകയൊക്കെ ചെയ്യുന്ന സ്ഥലം. നാട്ടുകുലയിൽ നിന്ന് തെയ്യം കെട്ടുന്ന ആളാണ് ഈ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നത്. താഴെ നിന്ന് സംസാരിക്കുന്ന അദ്ദേഹമാണ്. ഇവിടെ ഒരുക്കങ്ങൾ നടക്കുകയാണ്. ഇവിടെ ഒരുക്കങ്ങൾ നടക്കുകയാണ് തെയ്യത്തിൻ്റെ. ഇതാണ് വയനാട്ടുകുലം കെട്ടുന്ന ആള്. ഇവിടെ തെയ്യത്തിൻ്റെ മേലെ വയ്ക്കുന്ന മുടിയാണ് ഈ തയ്യാറായിക്കൊണ്ടിരിക്കുന്നത്. അങ്ങോട്ട് പോവാം. അപ്പുറത്ത് നേരത്തെ ഞാൻ വീഡിയോയിൽ കാണിച്ച പോലെ ഭഗവതി ക്ഷേത്രം, വിഷ്ണു മൂർത്തി ഇതൊക്കെയുണ്ട്. അവരുടെയൊക്കെ പ്രതിഷ്ഠിച്ചിട്ടുള്ള സ്ഥലങ്ങളാണ്. അപ്പോൾ അവിടെയും കൂടെ പോവാം നമ്മൾ. ആ ഞങ്ങളിന്ന് രാവിലെ വന്നു. ദൂരെ ഐസ്ക്രീമും മറ്റൊക്കെ സെയിലിനോട് കൊണ്ടുവന്നിട്ടുണ്ട്. അവിടെ എന്തോ കെട്ടിപ്പുറപ്പുറത്ത് എന്തോ സംഭവം തോന്നുന്നു. അവിടെ പൊട്ട് തുടങ്ങിയിട്ടുണ്ട്. ആളുകൾ വന്ന വണ്ടികൾ അവിടെ പാർക്ക് ചെയ്തിരിക്കുന്നത്. ഇപ്പോഴുണ്ട് എല്ലാ പരിസരവും വൃത്തിയാക്കി കണ്ടോ. ഇതാണ് കോറോത്ത് കാവ്. ഇതാണ്. അങ്ങോട്ട് പോവാം. എല്ലാവരും പോവാം. അങ്ങോട്ട് പോവാം. ഇവിടെ തൊഴുതിട്ട് അങ്ങോട്ട് പോവാം. ഇവിടെ തൊഴുതിട്ട് ഇനിയിപ്പോൾ ഇവിടെയും തൊഴണമല്ലോ. ഇവിടെയാണ് തെയ്യം കെട്ടിയാടുന്ന സ്ഥലം. ഇതാണ്. ബാക്ക്ഗ്രൗണ്ടിൽ ചെണ്ട കൂട്ടുന്നുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ വോയിസ് ചിലപ്പം കേൾക്കാൻ വളരെ സംശയമാണ്. വളരെ കുറവായിരിക്കും. മൊത്തത്തിൽ ചെണ്ടയുടെ ബഹളമാണ് ഇവിടെ. കുട്ടികൾ നിന്ന് തൊഴുകയാണ്. തിരിച്ച് രണ്ട് സ്ഥലങ്ങളുണ്ട്. ഞാൻ നേരത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഭഗവതിയും വിഷ്ണുമൂർത്തിയുടെയും പ്രതിഷ്ഠയിരിക്കുന്ന സ്ഥലങ്ങളാണിത്. ഗുളികൻ തറയാണിത്. എല്ലാം വൃത്തിയാക്കിയിട്ടുണ്ട് ഈ സ്ഥലങ്ങൾ. കുട്ടികളെ തൊഴുതിട്ട് അങ്ങോട്ട് പോവുകയാണ്. എൻ്റെ പുറവശം കണ്ടോ കാവിൻ്റെ. എന്താണ് കഴുത്തിന് മാത്രം വെച്ച് കൊടുക്കുന്നത്? അതായത് ഇളയവര അറിയാണ്ട് ചവിട്ടി പോയാല്
ആ അയാളെക്കാളും മൂത്തവരാണെങ്കിൽ അയാൾ തൊട്ടിട്ട് കഴുത്തിൽ ഇവിടെയും വെക്കും. അത് സ്ഥാനത്ത് മൂത്തവരാണെങ്കിൽ തൊട്ടിട്ട് ഇവിടെയും വെക്കും. ഓക്കെ, അങ്ങനെ സിസ്റ്റം ഉണ്ടല്ലേ? അല്ല, സാധാരണ തട്ടിങ്ങനെ തലയിൽ വെക്കുന്ന അറിയാം. അപ്പൊ ഇങ്ങനെ ഒരു സിസ്റ്റം ഉള്ള എനിക്കറിയില്ല. ആ, ഓക്കെ ഓക്കെ ഓക്കെ. ആ, നല്ലൊരു അറിവാ. ആ, ഇതൊക്കെ ചെത്തി വൃത്തിയാക്കിയത് ഇവിടെ മൊത്തം കാടായിരുന്നുണ്ടല്ലോ. ഈ സൈഡ് കംപ്ലീറ്റും കാടായിരുന്നില്ലേ അന്ന്? പഴയ വീഡിയോ കാണുമ്പോൾ അറിയാം. ഇതെല്ലാം മൊത്തം സിമെന്റ് ചെയ്ത് കേട്ടോ. ഇവിടെ ഇനി ഒന്നും ആവൂല ഇനി ഇവിടെ. ആ, നേരത്തെ വീഡിയോ നീ കണ്ടിട്ടില്ല? അതിൽ കംപ്ലീറ്റും കാടായിട്ട് കിടക്കുകയാണ്. കുട്ടികളൊക്കെ ഇരുന്ന് ഇത് കണ്ട. നേരത്തെ ഇവിടെ ഇങ്ങനെ കെട്ടിയിട്ടൊന്നും ഇല്ലായിരുന്നു. ഇപ്പം എല്ലാം കെട്ടി വൃത്തിയാക്കി. അന്ന് കാണിച്ച എന്താ പറയണ്ടേ, കിണറും ബാത്റൂം സൈഡാണത്. എല്ലാം വൃത്തിയാക്കി. ദൂരെ കാണുന്ന ചെറുതായിട്ട് വിളക്ക് കാണുന്ന ദൂരെ കാണുന്നത് ആണ് കാവാണത്. നാഗെന്ന് പറയും. ഇവരൊക്കെ ചെരുപ്പിടുകയാണ് കുട്ടികൾ. സന്ധ്യ വെളിച്ചം കുറഞ്ഞ് തുടങ്ങി ഇവിടെ. ഇപ്പുറത്തോട്ട്, നിങ്ങൾ ഇപ്പുറത്തോട്ട് വാ, ഇങ്ങനെ വാ. വണ്ടികളൊക്കെ ഒരുപാട് വന്നും പോയിക്കൊണ്ടിരിക്കുകയാണ്. കുട്ടികൾ സൈഡിലോട്ട് മാറി വന്നില്ലെങ്കിൽ പ്രശ്നമാകും. വാ, അങ്ങോട്ട് പോവാം. നാഗത്ത് തൊഴുതിട്ട് ഇങ്ങോട്ട് വരാം. നാഗത്തിൽ തൊഴാം. വാ വാ. ആ, അത് അലക്ക് കല്ലിനൊക്കെ ഉപയോഗിക്കുന്ന ടൈപ്പ് വലിയ കല്ലായത്. അലക്ക് കല്ലില്ലേ? ഏതാ കണ്ടില്ല? അത് അലക്ക് കല്ലുണ്ടോ? അതാ കണ്ടില്ലേ? ഞാൻ കാണിച്ചു തരാം. ഇത്ര വീതിയുള്ള കല്ലുണ്ട്. ഇത് കെട്ടിടം പണിയുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന കല്ലുകളാണിത്. അലക്ക് കല്ലിന് ഉപയോഗിക്കുന്ന കല്ലാണിത്. ഞാൻ അടുത്ത് കാണിച്ചു തരാം. ഇതാണ് അലക്ക് കല്ല്. കണ്ടില്ല? നേരത്തെ വീതിയായിട്ടുള്ള കല്ല് കണ്ടില്ലേ? ഇവിടെ വെച്ചിട്ടുണ്ടോ? അത് ഇതിനാണ് അലക്ക് കല്ലിന് ഉപയോഗിക്കുന്നത്. പാറ അല്ലടാ, ഇത് മുകളിൽ സിമെന്റ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ മേലെ സിമെന്റ് ചെയ്തതാണ്. അടിയിൽ കല്ല് തന്നെയാണ്, വെട്ട് കല്ല് തന്നെയാണ്. താഴെ സാധാരണ കെട്ടുന്ന കല്ല് ചെയ്തിരിക്കുന്നുണ്ടല്ലേ? പിന്നെ ഇല്ലല്ല, അത് വെറുതെ അങ്ങനെ എടുത്ത് വെച്ചിട്ടേ ഉള്ളൂ. മുകളിൽ തൽക്കാലമായിട്ട് ചെയ്തിരിക്കുന്നല്ലേ. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോയി തൊഴാം. കണ്ടില്ലേ കാവ്? കണ്ടോ? ഒരുപാട് വണ്ടികളുകൊണ്ട് പാർക്ക് ചെയ്തു. കണ്ടില്ലേ? നേരത്തെ കാണിച്ചെന്ന് വയനാട്ട് കുലവൻ്റെ പ്രതിഷ്ഠ. അതാ ദൂരെ കാണുന്ന ആ ഓടിട്ട് ഇത് കണ്ടില്ലേ? കെട്ടിടമല്ലേ? അവിടെയാണ്. അവിടെ അമ്പലം അതാണ്. തിരിച്ചു പോകാമല്ലോ നമുക്കിനി. അപ്പം അതൊക്കെ തിരിച്ചു പോവാണേ. അത് പോസ് ചെയ്യാൻ പോർഷനില്ല. ഇത് ഇതില്ല, അങ്ങനൊരു ഇതില്ല. ഇല്ല, പോസില്ല. അത് ജസ്റ്റ് ഇല്ല. ഇതിനകത്ത് പോർഷനില്ല. ഇതില്ല, പോസില്ല. കണ്ടല്ലോ? ഒന്നുകൂടെ ഞാൻ വയനാട്ട് കുലം ദൈവം അവരുടെ തൊണ്ടച്ചൻ ദൈവം എന്ന് പറയും അല്ലേ? തൊണ്ടച്ചൻ അങ്ങനെ ആരും പറയില്ലാന്ന് തോന്നുന്നു. പറയോ? ഇത് വിളക്ക് കത്തിക്കുകയാണ് എല്ലാവരും കൂടെ നിന്ന്. കല്ലുവിളക്കും. നമുക്ക് ഇവിടെ നിന്നുള്ള വ്യൂ നോക്കട്ടെ. ഇവിടെയാണ് വയനാട്ട് കുലം ദൈവം കെട്ടിപ്പുറപ്പെടുന്നത്. ആരെയാണ് മമ്പുവിന് ആരെ ഇഷ്ടം? ശരിക്കും മനുവേട്ടനാ? മമ്പുവിന് ആരെ ഇഷ്ടം? പിന്നെ മനുവേട്ടനാ ഇഷ്ടം? അങ്ങനെയല്ല, ഓരോരാളെ ഇഷ്ടം. പിന്നെ അവര് കൊറേ സമയം നിന്ന് പഴയതായാലും ആള് മാറും. അങ്ങനെയൊന്നുമില്ല. അവന് മനുവേട്ടനെ ഭയങ്കര ഇഷ്ടമാണ് മുമ്പേ അല്ലേ? മോഹിത്തിന് ഇഷ്ടമല്ല? മോഹിത്തെ അവന് എല്ലാവരും ഇഷ്ടമാണ്. എന്നെ ഇഷ്ടമാണോ? എന്നെ ഇഷ്ടമാണോ? എന്നെ ഇഷ്ടമാണോ? ഇഷ്ടമാണ്. ഓക്കെ ഓക്കെ. എല്ലാവരും ഇഷ്ടമാണ്. ഓ,
ഇനി തെയ്യത്തിൻ്റെ കുറച്ച് ഭാഗങ്ങൾ കാണാം. എന്തായാലും ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് ഞാൻ കരുതുന്നു. ഇനിയുള്ള വീഡിയോസിൽ മാക്സിമം തെയ്യത്തിൻ്റെ മാത്രമുള്ള ഭാഗങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. മറ്റൊരു പുതിയൊരു വീഡിയോയുമായി വേറെ ദിവസത്ത് കാണാം. ബൈ.